എമ്പുരാൻ സിനിമയെ ചൊല്ലി രാജ്യസഭയിൽ കോൺഗ്രസിന്റെയും CPIM-ന്റെയും പ്രതിഷേധം. സംവിധായകൻ പൃഥ്വിരാജിനെയും എഴുത്തുകാരൻ മുരളി ഗോപിയെയും സംഘപരിവാർ രാജ്യവിരുദ്ധനായി മുദ്ര കുത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസും ജെബി മേത്തറും പറഞ്ഞു. എമ്പുരാൻ ക്രിസ്ത്യാനികൾക്കെതിരായ സിനിമയാണെന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ മറുപടി. അതേസമയം 24 ഘട്ടമായി എമ്പുരാൻ എഡിറ്റഡ് പതിപ്പുകൾ എത്തിയത് തിരുവനന്തപുരത്ത് മാത്രം. ബാക്കി തിയേറ്ററുകളിൽ നാളെ മുതലാകും പുതിയ പതിപ്പിന്റെ പ്രദർശനം. റീ എഡിറ്റഡ് എമ്പുരാന്റെ ഡൗൺലോഡിംഗ് നടക്കുന്നതേയുള്ളൂവെന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. എമ്പുരാനെതിരായ ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. സംവിധായകൻ പൃഥ്വിരാജിനെ സംഘപരിവാർ രാജ്യവിരുദ്ധരായി മുദ്രകുത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. സെൻസർ ബോർഡ് ചിത്രത്തെ റീ എഡിറ്റ് ചെയ്തു. രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം അപകടത്തിലാണ്. Sir, I would just say that a movie which was censored and released in the theatre was asked to go back to the censor board again. And there have been 24 cuts resorted to because of the threats. And even the protagonists of the movies were depicted as anti-nationals. If this is a situation in this country, I am fearing that the freedom of speech and expression which is granted to the people would be in peril. So I urge upon this House to see that such incidents doesn't happen. ഇതോടെ ചിത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി. സംവിധായകന്റെ കുടുംബത്തെയടക്കം അപമാനിക്കുകയാണെന്ന് ജെബി മേത്തർ MP. Immediately after the movie release, a hate campaign, cyber attacks started against these brilliant artists. Abuses and threats against such a great actor, Mohanlal, against Prithviraj, against his mother Mallika Sukumaran, against his wife Supriya Menon. Absurd and atrocious. RSS organizer has been attacking Empuran, publishing article day after day, 5 days in a stretch. മതവിമർശനം ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ എമ്പുരാനെ പിന്തുണയ്ക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഇത് ക്രിസ്ത്യാനികൾക്കെതിരായ സിനിമയെന്ന് KCBC അടക്കം വിമർശിച്ചിട്ടുണ്ടെന്നും മന്ത്രി. The film is against Christian faith. It is Christian faith and the cross. And all the Christians in India, it is opposing. KCBC, CBCI opposing. The communists want to insult the Christians. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പരാമർശങ്ങളൊന്നും രേഖകളിൽ ഉണ്ടാകില്ലെന്നും റൂളിംഗ്. എമ്പുരാനെതിരായ ആക്രമണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതികരിച്ചു. എമ്പുരാൻ സിനിമ എല്ലാവരും കണ്ടുവേണം അതിനെതിരായ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്. It is a right of expression, and it is showed in the movie hall. And some political party people are saying this is not right. തിരുവനന്തപുരം ആർടെക് മാളിലെ സ്ക്രീനിലാണ് 24 വെട്ടുകൾക്ക് ശേഷം പുറത്തിറങ്ങിയ എമ്പുരാൻ റീ എഡിറ്റഡ് പതിപ്പ് ആദ്യം പ്രദർശിപ്പിച്ചത്. അതേസമയം മറ്റെല്ലാ ജില്ലകളിലും ആദ്യ പതിപ്പിന്റെ തന്നെ പ്രദർശനം ഇന്നും തുടരും. സാങ്കേതിക കാരണങ്ങളാലാണ് പുതിയ പതിപ്പ് എല്ലായിടത്തും എത്താൻ വൈകുന്നത്. എഡിറ്റഡ് എമ്പുരാന്റെ ഡൗൺലോഡിംഗ് നടക്കുകയാണെന്ന് തിയേറ്റർ ഉടമകൾ അറിയിച്ചു. ഭൂരിഭാഗം തിയേറ്ററുകളിലും പുതിയ പ്രദർശനം നാളെ ഉണ്ടാകും. ഇതിനിടെ സിനിമ കണ്ടതിന് ശേഷം നടൻ റഹ്മാൻ എഴുതിയ കുറിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. ചിത്രത്തിന്റെ സ്റ്റോറി ലൈൻ ഗംഭീരമാണ്. മുരളി ഗോപിക്ക് ഒരു വലിയ കയ്യടി. എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ മികവാണെന്നും റഹ്മാൻ എഴുതി. ഡൽഹി, തിരുവനന്തപുരം ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.